ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ആദ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ട് രണ്ട് കാർട്ടീഷ്യൻ ഇക്വേഷനും തന്നിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്ടർ ഇക്വേഷൻ ആക്കാനായി അപ്പൊ ആദ്യം കാർട്ടീഷ്യൻ ഇക്വേഷൻസ് എഴുതുകയാണ് ഞാൻ. x plus 1/7 equal to y plus 1/-6 is equal to z plus 1/1. അപ്പോൾ ഇതിൽ നിന്നും b1 വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ താഴെ കിടക്കുന്ന വെക്ടറുകൾ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 7i plus -6j plus 1. ഇതാണ് b1 വെക്ടർ. അതുപോലെ ഇവിടെ a1 വെക്ടർ എന്തായിരിക്കും? മുകളിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് x - x1 ഫോം ആണ്. അപ്പോൾ ഇവിടെ മൈനസ് മുകളിൽ പ്ലസ് വന്നിരിക്കുന്നുണ്ട്. -1i പ്ലസ് -1j പ്ലസ് -1k എന്ന് വെച്ചാൽ -i -j -k ആണ് ഇവിടുത്തെ k1. ഇനി അടുത്ത കാർട്ടീഷ്യൻ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. x - 3/1 equal to y - 5/-2 is equal to z - 7/1. അപ്പോൾ ഇവ അനുസരിച്ച് b2 വെക്ടർ എന്തായിരിക്കും? b2 എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന വെക്ടറിൽ ij കൊടുക്കുക. that means 1i plus -2j plus 1k. അതുപോലെ a2 വെക്ടർ എന്തായിരിക്കും? a2 വെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ x - x1 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ്? 3i plus 5j plus 7k. അപ്പോൾ a1 ഉം a2 ഉം b1 ഉം b2 കിട്ടിയാൽ കാർട്ടീഷ്യൻ വെക്ടർ ഫോമിലോട്ട് മാറിയതെന്ന് ചിന്തിക്കാം. എന്നിട്ട് വെക്ടർ ഫോമിൽ എന്ത് കാണാനുള്ള ഫോർമുല? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. sd is equal to modulus of b1 cross b2 dot a2 minus a1 divided by mod b1 cross b2. ഇത് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് നേരത്തെ പോലെ വാല്യൂസ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഓരോ സാധനം ആഡ് ചെയ്യുമ്പോൾ കാരണം b1 cross b2 ചെയ്യാം. b1 cross b2 that is 9j k. b1 വാല്യൂ ആയപ്പോൾ 7 -6 1. b2 വാല്യൂ ആയപ്പോൾ 1 -2 1. that is I into -6 into 1 minus 1 into -2 minus j into 7 into 1 minus 1 into 1 plus k into 7 into -2 minus 1 into -6 is equal to I into -6 plus 2 minus j into 7 minus 1 plus k into -14 plus 6. It is equal to -4i -6j minus -6j minus -8k. ഇതാണ് b1 plus b2. മോഡ് b1 plus b2 കാണുമ്പോഴേക്കും root of -4 in the square plus -6 in the square plus -8 in the square. That is 4 ന്റെ സ്ക്വയർ 16, 6 ന്റെ സ്ക്വയർ 36, 8 ന്റെ സ്ക്വയർ 64. 64 36 116 കിട്ടും. അപ്പോൾ b1 plus b2 ആയി. നമുക്ക് ഇനി a2 - a1 കൂടി കാണാം. a2 - a1 that is equal to a2 - a1. a2 എന്ന് വെച്ചാൽ നമുക്കറിയാം 3i plus 5j plus 7k minus a1 വെക്ടർ എന്ന് വെച്ചാൽ -i -j minus k that is equal to 3i plus 5j plus 7k. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ഐ എന്നാവും, പ്ലസ് ജെ ആകും, പ്ലസ് കെ ആകും.
ഐ കോമ്പോണൻസ് നോക്കുക. ഇവിടെ 3i, ഇവിടെ ഒരു i, മൊത്തം 4i. ഇവിടെ 5j, ഇവിടെ ഒരു j, മൊത്തം 6j. ഇവിടെ 7, ഇവിടെ ഒരു a, മൊത്തം 8j. ഇതാണ് e2 മൈനസ് a1 ആയി കിട്ടിയത്. എല്ലാം കൂടി എത്തി ഫോർമുല കൊടുക്കുന്നതിന് വരും മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ന്റെ വെക്ടർ ആയ നമുക്കറിയാം -4i -6j -8k ഡോട്ട് a2 മൈനസ് a1 ഇപ്പോ കണ്ടെത്തി 4i plus 6j plus 8k divided by mod b1 plus b2 ഓൾറെഡി കണ്ടെത്തി 116 ആണ്. that is dot product എടുക്കുമ്പോൾ i components തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -4 into 4 plus -6 into 6 plus -8 into by root 116. that is equal to 16 -16 -36 -64 by root 116 കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തിനെ കിട്ടും? 116 by -116 കിട്ടും. മോഡ് വാല്യൂ ആയിട്ട് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ ക്യാൻസൽ ആയിട്ട് root 116 ഉത്തരം. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതാണ്